നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഗാർസിയ ദ്വീപിലെ അമേരിക്ക ബ്രിട്ടൻ സൈനിക താവളം ആക്രമിക്കുമെന്ന ഭീഷണിയുമായി എത്തിയിരിക്കുകയാണ് ഇറാൻ. അമേരിക്കയുമായി ആണവ പദ്ധതി സംബന്ധിച്ച് ഒരു കരാറിൽ എത്തിയില്ലെങ്കിൽ മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം ഇറാനെതിരെ ബോംബാക്രമണം നടത്തുമെന്ന് ട്രംപ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. 2018 തന്റെ ആദ്യ ടേമിൽ 2015 മുൻ ബറാക് ഒബാമ ഭരണകൂടമുണ്ടാക്കിയ ഒരു കരാറിൽ നിന്ന് ട്രംപ് പിന്മാറിയിരുന്നു. അമേരിക്ക കരാറിൽ നിന്ന് പിന്മാറിയതോടെ ഇറാനെ കരാറിൽ നിന്ന് പിന്മാറാനും അതിന്റെ ആണവ പദ്ധതി വർദ്ധിപ്പിക്കാനും പ്രേരിപ്പിച്ചു. അമേരിക്കയുമായി ആണവ കരാറിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇറാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ബോംബാക്രമണം നേരിടേണ്ടി വരുമെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ മാസം ആദ്യം ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിക്കാൻ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിക്ക് ഒരു കത്ത് അയച്ചതായും അദ്ദേഹം പറയുന്നുണ്ട്. ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതി പൂർണ്ണമായും സിവിലിയൻ ആണെന്ന് നിലനിർത്തിയിട്ടുണ്ടെങ്കിലും ട്രംപിന്റെ ചർച്ചകൾക്കുള്ള വാഗ്ദാനം പരസ്യമായി സ്വീകരിച്ചിട്ടില്ല. ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകിയതിന് മണിക്കൂറുകൾക്ക് ശേഷം ഒരു മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥനാണ് അമേരിക്ക ഇറാനെതിരെ ആക്രമിച്ചാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഗാർസിയ ദ്വീപിലെ അമേരിക്ക ബ്രിട്ടൻ സൈനിക താവളം ആക്രമിക്കുമെന്ന് തിരിച്ചടിച്ചത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചാഗോസ് ദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഡീഗോ ഗാർസിയ. ബ്രിട്ടീഷ് അമേരിക്കൻ സൈന്യങ്ങൾ സംയുക്തമായി പ്രവർത്തിക്കുന്ന ദ്വീപിൽ ബ്രിട്ടനും ഒരു സൈനിക താവളം നിലനിർത്തുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ട്രംപ് ഭരണകൂടം അടുത്തിടെയായി ദീർഘദൂര ബോംബർ വിമാനങ്ങളെ ഈ സൈനിക താവളത്തിലേക്ക് വിന്യസിച്ചിട്ടുണ്ട്. മേഖലയിലെ ഏതെങ്കിലും താവളത്തിൽ നിന്ന് ഇറാൻ ആക്രമിക്കപ്പെട്ടാൽ ബ്രിട്ടീഷ് അല്ലെങ്കിൽ അമേരിക്കൻ സേനകളെ ലക്ഷ്യമിടുന്നതിൽ യാതൊരു വ്യത്യാസവും ഇല്ലെന്ന് ഒരു മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥൻ ഡെയിലി ടെലിഗ്രാഫിനോട് പറഞ്ഞതായാണ് വിവരം. അമേരിക്കയുടെ ഏതെങ്കിലും ശത്രുതാപരമായ നടപടിക്ക് മറുപടിയായി ഡീഗോ ഗാർസിയ താവളത്തിൽ ബാലിസ്റ്റിക് മിസൈലുകളും ചാവേർ ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തുമെന്ന് ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത്തരം ആക്രമണങ്ങളിൽ ഉപയോഗിക്കാവുന്ന ആയുധങ്ങളായി ഗൊറാം ഷഹ മിസൈലിന്റെയും ഷാഹിദ് ഡ്രോണുകളുടെയും പുതിയ പതിപ്പുകളും പരാമർശിച്ചു. ബഹ്റൈനിലെ നാവിക താവളം പോലുള്ള മേഖലയിലെ മറ്റ് അമേരിക്കൻ ബ്രിട്ടീഷ് സൗകര്യങ്ങളും ആക്രമിക്കപ്പെട്ടേക്കാമെന്ന് ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇറാൻ ഒരു കരാറിൽ ഒപ്പുവയ്ക്കാൻ വിസമ്മതിച്ചാൽ വളരെ മോശം കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആണവ കരാറിൽ ഏർപ്പെടാത്തതിന്റെ അനന്തരഫലങ്ങളെക്കുറിച്ച് ട്രംപ് ഇറാൻ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ മാസം ആദ്യം ഒരു ആണവ കരാറിനായുള്ള ചർച്ചകൾ സംബന്ധിച്ച് ഖമേനിക്ക് ഒരു കത്ത് അയച്ചതായും ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നതിൽ നിന്ന് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തടയേണ്ടതുണ്ടെന്ന മുന്നറിയിപ്പ് നൽകിയതായും ട്രംപ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു.